ശ്രീ രാജു പി നായർ, അങ്ങനെ പാർട്ടി ഒരു ശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. അതുകൊണ്ടാണ് സ്വർണ്ണ പൊട്ടിക്കൽ സംഘാംഗമായ സജേഷിനെ അടക്കം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് പാർട്ടി സ്വയമേവ പുറത്താക്കുന്നത് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ? മാധു, അതിനു മുമ്പായിട്ട് ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഒന്ന്, ഈ CPM-ന്റെ പുതിയൊരു ശൈലി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPM പ്രതിരോധത്തിലാവുന്ന പല വിഷയങ്ങളിലും ഈ ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് പ്രോക്സികളെ അയക്കുക എന്നുള്ളൊരു സമീപനമാണ്. സത്യത്തിൽ ഒരു ജനാധിപത്യത്തിൽ അത്ര നല്ലൊരു സമീപനമാണതെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിനെതിരെ പലപ്പോഴും വാർത്തകളുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും അത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് തോന്നാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ വലിയ പ്രതിരോധത്തിലാവാറുണ്ട്. അവിടെയെല്ലാം പരമാവധി ഞങ്ങളുടെ ആൾക്കാരെ വിട്ട് പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കാനും ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ CPM ജനങ്ങളോട് ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നയത്തിലേക്ക് എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനോട് ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ശ്രീ ഹസ്കർ വലിയൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇടതുപക്ഷത്താണ് എന്നുള്ള ബോധ്യത്തിൻ്റെ പേരിലാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നത്. ശ്രീ ഹസ്കർ, ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഈ CPM പിണറായി വിജയൻ ഇടതുപക്ഷമാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങ് ഇടതുപക്ഷ നിരീക്ഷകനാണല്ലോ. ഒരു ഇടതുപക്ഷമാണ് പിണറായി വിജയനും ഇന്നത്തെ CPM എന്ന് അങ്ങക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതല്ല, തീവ്ര വലതുപക്ഷമായിട്ട് പിണറായി വിജയൻ മാറി എന്ന് അങ്ങേക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ വലതുപക്ഷ നിരീക്ഷണം എന്നുള്ളത് ആ പ്രശ്നം അങ്ങേക്ക് അങ്ങ് മാറിക്കിട്ടും. CPM-നെ കുറിച്ച് ഞാൻ പറയുന്നത്, അങ്ങയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. അതങ്ങ് മാറിക്കിട്ടും, അതിൻ്റെ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ കുറേ കൂടി സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ വിശദീകരണം ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ ക്ഷമിക്കണം, നമ്മുടെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഈ വലതുപക്ഷ നിരീക്ഷണം, എൻ്റെ പ്രധാനപ്പെട്ട സംശയം ശ്രീ മനു തോമസ് മാതൃഭൂമിയുടെ ബീറ്റ് റിപ്പോർട്ടർ, CPM ബീറ്റ് റിപ്പോർട്ടറാണോ കേരളത്തിലെ? അതോ ബിനോയ് വിശ്വം ഡൽഹിയിലെ മാതൃഭൂമിയുടെ ബീറ്റ് റിപ്പോർട്ടറാണോ? നിങ്ങൾ ആരെയാണ് വലതുപക്ഷം എന്ന് വിളിക്കുന്നത്? ആരാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടത്? മനു തോമസ് അല്ലേ? മനു തോമസ് കൊണ്ടുവന്ന വിഷയം, ആ വിഷയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈകൊള്ളുന്ന വിഷയമാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അതിനകത്ത് CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പ്രസ്താവനയോട് ഒതുക്കി തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. കാരണം മനു തോമസ് കൊടുത്തിരിക്കുന്ന കത്തിൻ്റെ ഉള്ളടക്കം പോലും അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. മനു തോമസ് ഏറ്റവും ഒരു പാർട്ടിയോട് എതിർത്ത് പോയിട്ട് എന്തെങ്കിലും പുലമ്പുന്ന ആളല്ല. മറിച്ച് ഈ പാർട്ടിക്കകത്തു നിന്ന് വലിയ രീതിയിൽ ഈ പാർട്ടിയുടെ ദുഷ്പ്രവണതകളെ സംബന്ധിച്ച് കണ്ണൂർ CPM-ന്റെ അധോലോക ബന്ധങ്ങളെക്കുറിച്ച് തുറന്ന് എതിർക്കുകയും അതൊരു ഘട്ടത്തിൽ പാർട്ടിക്ക് പോലും വലിയ ദോഷമാവെന്ന് പറയുമ്പോൾ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയ ആളും കൂടിയാണ്. അയാൾ നടത്തിയ പോരാട്ടം ഫലം കാണുന്നില്ല, ഈ പാർട്ടി നന്നാവുന്ന ലക്ഷണമില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കാതെ സ്വയം ഒതുങ്ങി മാറിയ ആളാണ്. അപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ പാർട്ടിക്കെതിരെ ഒരു ആരോപണം വ്യക്തമായിട്ട് ഉന്നയിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് P. ജയരാജൻ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു എന്നുള്ളതും ആ P. ജയരാജൻ പ്രകോപിച്ചത് കൊണ്ടാണ് മറ്റു വിഷയങ്ങളുണ്ടായതും കൂടിയാണല്ലോ CPM-ന്റെ വിലയിരുത്തൽ. അപ്പോൾ മനു തോമസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കയ്യിൽ ഈ പാർട്ടിയെ തകർക്കാൻ പോകുന്ന വലിയ ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം മനു തോമസിനെ പ്രകോപിതനാക്കിയാൽ കേരളത്തിലെ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യവും വിലയിരുത്തലുമാണ് ഈ ചർച്ചകളിൽ പോലും നിന്ന് CPM മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം മനു തോമസിനെ ഒരു കാരണവശാൽ പ്രകോപിപ്പിക്കരുത്, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കേരളത്തിലെ മുഴുവൻ അധോലോക ബന്ധങ്ങളുടെയും കൺട്രോള് ഇന്ന് CPM-ന്റെ കയ്യിലാണ്. ഈ CPM-ന്റെ കയ്യിലിരിക്കുന്നത് സ്വർണ്ണ കച്ചവടം മുതൽ കൊട്ടേഷൻ കൊലപാതക സംഘങ്ങൾ മുതൽ മുഴുവൻ അധോലോക ബന്ധങ്ങളും ഇന്ന് കേരളത്തിൽ നിയന്ത്രിക്കുന്നത് CPM-ആയിട്ട് മാറി. പിന്നെ ശ്രീ ഹസ്കർ പറയുന്നത് മാധു ചോദിച്ചതായിട്ട് കൂട്ടി പറയാം, പുഴുക്കുത്തുകളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ ഹസ്കർ, ഏറ്റവും വലിയ പുഴുക്കുത്തായിട്ട് ഇന്നത്തെ CPM-ൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ CPM-നെ ഇടതുപക്ഷമല്ലാതെ ഒരു തീവ്ര വലതുപക്ഷം നയപരമായും സംഘടനാപരമായും മാറ്റിയ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പുഴുക്കത്ത് നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്തു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്? മാധു ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ CPM നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള CPM-ന്റെ സംഘടനാ സംവിധാനത്തിലാണോ? അല്ലല്ലോ. പാർട്ടിക്ക് ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം CPM-ന്റെ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ നിൽക്കുമ്പോൾ ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ ഇരുന്ന സമയത്ത് എങ്ങനെയാണ് VS അച്യുതാനന്ദൻ കൈകാര്യം ചെയ്യുന്നത്? കാരണം പാർട്ടിക്ക് പൂർണ്ണമായിട്ട് വിധേയനായിട്ടുള്ള മുഖ്യമന്ത്രി ആയിരിക്കണം, അതാണ് CPM-ന്റെ രീതി.
ഞങ്ങളൊക്കെ പറയുന്നത് ഞാൻ ജനാധിപത്യത്തിൽ മറ്റ് കുറെ കൂടി ലിബറലായിട്ട് കാഴ്ചപ്പാടെടുക്കുന്ന ആളാണെങ്കിലും CPM-ന്റെ രീതി എന്താ? പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, ഭരണം പാർട്ടിയാണ് നടത്തുന്നത്, നിങ്ങൾ നിർവഹിക്കാനുള്ള ഉദ്യോഗസ്ഥർ മാത്രം എന്നുള്ളൊരു ശൈലിയിൽ നിന്ന് മാറി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും ഈ പാർട്ടിയിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം പാർട്ടി സെക്രട്ടറി അല്ലാത്ത മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനാണെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് സംഘടനാ ബോധത്തെക്കുറിച്ചാണ് ശ്രീ ഹസ്കർ പറയുന്നത്? ഏത് പാർട്ടിയുടെ ചട്ടക്കൂടിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ AKG സെന്ററിന്റെ ഓഫീസിന്റെ അഡ്രസ് വെച്ച് ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയിട്ട് അതുപോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പിണറായി വിജയന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ട ഒരു പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കാലത്ത് ഒരു മുഖ്യമന്ത്രി, CPM-ന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിദേശയാത്ര പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാതിരിക്കുമോ? നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? EP ജയരാജന്റെ BJP ബന്ധത്തെ സംബന്ധിച്ച് CPM സംസാരിച്ചാൽ പോലും EP ജയരാജനെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു പാർട്ടിയായിട്ട് മാറി. കാരണം എന്താ? പിണറായി വിജയനിലേക്കാണ് അത് മുഴുവൻ എത്തുന്നത്. അങ്ങനെ തിരുത്തുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന രാഷ്ട്രീയമായ വിമർശനം. ഞാനെങ്കിലേക്ക് വരാം.